ബെയിലി പാലത്തിന് സമാന്തരമായി പുതിയൊരു പാലം നമ്മൾ കാണുന്നു. അത് ഇന്നലേക്ക് ഉണ്ടായിരുന്ന പാലത്തിനേക്കാൾ വലുതാണ്, ആ ചെറിയ പാലത്തിനേക്കാൾ വലുതാണ്. ഇന്നലെ നമ്മൾ കണ്ടു വലിയ മലവെള്ളപ്പാച്ചിൽ വന്ന് ആ ചെറിയ പാലത്തിലെ മൂടുന്നതും കുറച്ച് സമയമാണെങ്കിൽ കുറച്ച് സമയം അതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് പോകാൻ കഴിയാത്തൊരു പ്രതിസന്ധി നമ്മൾ കണ്ടു. അതിനുശേഷം മലവെള്ളപ്പാച്ചിൽ അവിടെ നദിയിലെ ഒഴുക്ക് താഴുകയും ആളുകൾ അതിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. പക്ഷേ ഈ പാലം എനിക്കൊന്ന് കുറച്ചുകൂടി ഉയരത്തിലാണ്, കുറച്ചുകൂടി വീതിയുള്ള, കുറച്ചുകൂടി ബലവത്തായ പാലം ആണ് എന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ പുതിയതായി നിർമ്മിച്ച സമാന്തര പാലം, അതുവഴി രാവിലെ തന്നെ സൈനികരൊക്കെ ഉണ്ട്. സൈനികർ അതിൻ്റെ ബലപരിശോധനയൊക്കെ ഇപ്പോഴും നടത്തുകയാണ്, അതിൻ്റെ അന്തിമ പണികളിലാണ്. ഇന്നിപ്പോൾ രക്ഷാദൗത്യ സംഘത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ അത് ഒരുപാട് സഹായകരമാകും. മാത്രമല്ല ഇന്നലെ അങ്ങനെ വരിവരിയായി നിന്ന് ഒറ്റ വരിയായിരുന്നു ഇന്നലെ ആ പാലത്തിലുള്ള ആളുകൾ വന്ന്. ഇനിയിപ്പോൾ ഈ പാലം അങ്ങനെ അല്ല, ഈ പാലം കുറച്ചുകൂടി കുറച്ചധികം ആളുകൾക്ക് ഒരേ സമയം തന്നെ പോകാനും വരാനും ഒക്കെ സഹായിക്കുന്ന പാലമാണ് ചെറിയ പാലം. ഇത് കേവലം പാലമല്ല, ഇതൊരു ചേർത്തുപിടിക്കലാണ്. മുണ്ടക്കൈ എന്ന് പറയുന്ന തീർത്തും ഒറ്റപ്പെട്ടു പോയ മേഖലയെ ചേർത്തുപിടിക്കുന്ന പ്രതീകാത്മക സ്വഭാവം കൂടി അതിനുണ്ട്. കാര്യം അത്തരത്തിൽ ആ പാലം പൊളിഞ്ഞതോടുകൂടി എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെട്ടു പോയൊരു മേഖല. അവിടെ ഇപ്പോഴും ചെളി നിറഞ്ഞു കിടക്കുന്ന വീടുകളുണ്ട്. ആ വീടുകളിൽ ഇപ്പോഴും മനുഷ്യരുണ്ടോ എന്ന് സംശയമുണ്ട്. ഇന്നലെ രക്ഷാദൗത്യക്കാർ അവിടെ പോയി പറയുന്ന കാഴ്ചകളൊക്കെ അങ്ങേയറ്റം വേദന ഉണ്ടാക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു വീട്ടിൽ 3 പേരെ അങ്ങനെ ഇരിക്കുന്ന നിലയിൽ കണ്ട കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് വീടുകൾക്കകത്ത് ആളുകളുള്ള കാര്യം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ കോൺക്രീറ്റ് കട്ടർ അടക്കമുള്ള സാങ്കേതിക സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് മനുഷ്യർക്ക് കൈകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇന്നലത്തോടു കൂടി ഏതാണ്ട് 100% അവിടെ പൂർത്തിയാക്കി എന്ന് തന്നെ പറയാം. ഇനി ബാക്കിയുള്ളത് യന്ത്ര സംവിധാനങ്ങളുടെ സഹായം കൊണ്ട് മാത്രം നടക്കുന്നതാണ്. അത് ഇന്നലെ തുടങ്ങി. ഇന്നലെ 2 JCBകൾ അങ്ങോട്ടേക്ക് എത്തി. വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം കൂടി പൂർത്തിയാകുമ്പോഴേക്കും കൂടുതൽ യന്ത്രസാമഗ്രികൾ അങ്ങോട്ടേക്ക് എത്തിയേ മതിയാവുകയുള്ളൂ. കാര്യം അവിടെ 500-ൽ ചില്ലുവാനും വീടുകളുണ്ട് എന്നാണ് പഞ്ചായത്ത് കണക്കുകളൊക്കെ പ്രകാരം ചില വാർഡ് മെമ്പർമാർ പറഞ്ഞു കേട്ടത്. ആ വീടുകളിൽ ഇനി പരമാവധി അവശേഷിക്കുന്നത് 25-30 വീടുകൾ മാത്രമാണ്. ബാക്കി വീട് എന്ന് പറഞ്ഞാൽ വീടുകളിരുന്ന സ്ഥലത്ത് ഒന്നുമൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ ഒരു തറ പോലും ഇല്ലാത്ത അവസ്ഥ, ഒരു വീട് എന്ന് പറയാൻ അവിടെ അതിൻ്റെ ബാക്കിയായി തറ പോലും ഇല്ലാത്ത അവസ്ഥ. വീടൊക്കെ പൊളിഞ്ഞ് കുറേയധികം ദൂരം മാറി വീട്ടിലെ സാമഗ്രികൾ, വാഹനങ്ങൾ, ഒരു ബുള്ളറ്റും കാറും ഒക്കെ തീപ്പെട്ടിക്കൂട് പോലെ മറിഞ്ഞു കിടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ഇന്നലെ ഒരു ആന്തലോടുകൂടി കണ്ടതാണ്. അപ്പോൾ ആ മേഖലകളിൽ ഇനിയും മനുഷ്യരുണ്ടാവാനുള്ള സാധ്യത ഉറപ്പായുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിശോധന അതിനിർണായകവുമാണ്. അതിൽ ഈ മേജർ ഇന്ദ്രപാലൻ്റെ ഈ സംവിധാനം വളരെ സഹായകരമാണ്. പക്ഷേ ഈ ഡ്രോൺ സംവിധാനം ഫ്ലൈറ്റ് വഴി കൊണ്ടുവരാൻ കഴിയില്ല. അതിൻ്റെ ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതെങ്ങനെയാകും അത് കൊണ്ടുവരിക എന്നുള്ളത് അറിയില്ല. ഈ മാത്രമല്ല നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മൾ കർണാടക ശിരൂർ പോലെ ഒരു ചെറിയ പ്രദേശമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നദി മാത്രമല്ല. ഇത് വിശാലമായൊരു പ്രദേശമാണ്. അപ്പോൾ വിശാലമായ പ്രദേശത്ത് ഈ ഡ്രോൺ സംവിധാനത്തിന് മറ്റേതെങ്കിലും രീതിയിലാണ് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അദ്ദേഹം വന്ന് പരിശോധനയ്ക്ക് ശേഷമാകും ഈ ഡ്രോൺ എത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള തീരുമാനം. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, ഇന്ദ്രപാലം വരുന്ന കാര്യവും അദ്ദേഹത്തിൻ്റെ സംവിധാനം ഉപയോഗപ്പെടുന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം എത്തി ഒരു അവലോകനത്തിന് ശേഷമായിരിക്കും എപ്പോഴാകും ഈ ഡ്രോൺ എത്തുക എന്നുള്ള കാര്യം അറിയുക. ഇന്നും നമ്മൾ ആശങ്കയിൽ നിൽക്കുന്നത് മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് തന്നെയാണ്. ഇന്നലെ ആകുമ്പോഴേക്കും 2 ദിവസം ആകുമ്പോഴേക്കും അത് 282 എന്ന വലിയ കണക്കിലേക്ക് പോയെങ്കിൽ ഇന്നിപ്പോൾ മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ തിരച്ചിൽ. ചാലിയാർ പുഴയിൽ ഇപ്പോഴും അത് ഒരു ഒരു വേദനയുടെ പുഴയായി മാത്രം മാറുന്നു ഈ ദിവസങ്ങളിൽ. ചാലിയാർ പുഴയിൽ നമ്മൾ ഇന്നലെ കണ്ട കാഴ്ച, ഒരിക്കൽ തെരച്ചിൽ നടത്തിയ മേഖലകളിൽ അവിടെ തന്നെ പിന്നെയും തിരച്ചിൽ നടത്തുമ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു ചെറിയ സ്ട്രെച്ചാണ്. ആ സ്ട്രെച്ചിൽ തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പോൾ അതിനുശേഷം താഴോട്ടുള്ള വെള്ളച്ചാട്ട മേഖലകളിൽ അല്ലെങ്കിൽ പോത്തുകല്ല് മേഖലയിലൊക്കെ താഴോട്ട് പിന്നെയും പരിശോധിക്കണമെങ്കിൽ ഈ ഇമ്മീഡിയറ്റ് പോയിന്റിലെ പരിശോധന പൂർത്തിയാവണം. പക്ഷേ ആ പരിശോധന നടക്കുമ്പോൾ കൂടുതൽ ഇന്നലെ മാത്രം പേടിപ്പിക്കുന്ന കണക്കിൻ്റെ മൃതശരീരങ്ങൾ അവിടുന്ന് കിട്ടി. മൃതശരീരങ്ങൾ മാത്രമല്ല, അവിടുന്ന് മൃതശരീരങ്ങളുടെ 34-40 ശരീരഭാഗങ്ങൾ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റത്തെ സങ്കടവും നമുക്ക് ആലോചിച്ചാൽ തലയ്ക്കുള്ളിലേക്ക് പേടിയുടെ ഇരുട്ട് കയറുന്ന, അല്ലെങ്കിൽ ആശങ്കയുടെയും വേദനയുടെയും ഇരുട്ട് കയറുന്നതാണ്. നമ്മൾ ഈ ദിവസങ്ങളിലെ വാർത്തകൾ നിൽക്കുമ്പോൾ ഒരുതരം മരവിപ്പ് നമ്മളെ ബാധിക്കുന്നുണ്ട്. നിർവികാരത എന്ന് പറയുന്നില്ല, പക്ഷേ ഒരുപാട് മൃതദേഹങ്ങൾ അങ്ങനെ ആ സിപ്ലൈൻ വഴി പോകുന്ന കാണുമ്പോൾ ആ ഫീൽഡിൽ നിൽക്കുന്നവർക്കാവട്ടെ നമുക്കാവട്ടെ ഒരുതരം മരവിപ്പ് ഉറപ്പായും ബാധിക്കുന്നുണ്ട്. അത് കാണുന്നവർക്കൊക്കെ ബാധകമാണ്. ഇപ്പോൾ ഒരുപാട് പേർ ഇന്നെവിടെയൊക്കെയാണ് അവധി എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഒരു പതിവ് കാഴ്ചയാണ്. പറഞ്ഞേക്കാം, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ, പാലക്കാട്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകൾക്കാണ് അവധി. ഇത് അവധി മാത്രമല്ല, വലിയ മഴ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വയനാട് സമാനതകളില്ലാത്ത വലിയ ദുരന്തം നിൽക്കുമ്പോൾ നമ്മൾ ആ വാർത്തയിൽ തന്നെ നിൽക്കുന്നതാണ്.
അതല്ല ഈ മേഖലകളിൽ പലയിടത്തും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും ഒക്കെ ഉണ്ട്. വലിയ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. പല നദികളും കരകവിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ പ്രേക്ഷകർ ഉറപ്പായും സൂക്ഷ്മതയോടെയും ജാഗ്രതയോടെയും ഇരിക്കണം ഈ ദിവസങ്ങൾ. കാര്യം ഇത് കനത്ത മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ ദിവസങ്ങളാണ്. ബേലിപ്പാലത്തിൻ്റെ പണി അങ്ങനെ ശക്തമായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് കാഴ്ച. ഇന്നലെ രാത്രി മൊത്തം ആ പണി അവിടെ തുടർന്നിരുന്നതുമാണ്. ഇന്ന് പ്രധാനമായും 2 മേഖലകൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. അത് മുണ്ടക്കൈയാണ്, 2 ചാലിയാറാണ്. ചാലിയാറിൽ നമ്മൾ കരുതുന്നതിനപ്പുറം ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ വന്നടിയുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. എന്ന് പറഞ്ഞാൽ മുണ്ടക്കൈ സമുദ്രനിരപ്പിൽ ഏറെ ഉയരമുള്ള ഒരു മലയുടെ തൊട്ടുതാഴെ നിന്ന് ഉത്ഭവിച്ച അല്ലെങ്കിൽ അവിടെ ഉണ്ടായ മലവെള്ളപ്പാച്ചിൽ ഇങ്ങനെ പ്രേക്ഷകർ ആകാശ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അവിടുന്ന് കുത്തിയൊലിച്ചെത്തി മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ജനവാസ മേഖല എന്ന് പറഞ്ഞാൽ ജീവിതം തുടിക്കുന്ന ഒരു മേഖലയെ അപ്പാടെ തുടച്ചെടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് ചൂരൽമലയുടെ ഒരു ഭാഗവും കവർന്നെടുത്തുകൊണ്ട് അതിങ്ങനെ ഒഴുകി വെള്ളാർമല സ്കൂളിൻ്റെ ഒരു ഭാഗം ഇടിച്ച് വെള്ളാർമല സ്കൂളിൻ്റെ ഒരു പ്രധാന ബിൽഡിങ്ങിൽ ഈ ഉരുളിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തങ്ങി നിന്നു. അതിനുശേഷം ഇത് കുത്തിയൊലിച്ച് അങ്ങനെ മുണ്ടേരി പുഴയിലൂടെ അങ്ങനെ ചാലിയാർ പുഴയിലേക്ക് നീങ്ങുന്നു. ചാലിയാർ പുഴയിലേക്ക് പോത്തുകല്ല് ഭാഗത്തോടെ ചാലിയാർ പുഴയിലേക്കായിരുന്നു പ്രേക്ഷകർക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണത്. ആ ഉരുൾപൊട്ടലിൻ്റെ സഞ്ചാരദിശ അങ്ങനെയായിരുന്നു. അപ്പോൾ ഉരുൾപൊട്ടലിൽ ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് കൊണ്ടുപോയ മനുഷ്യരെ ഒക്കെ ചാലിയാർ പുഴ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്ത അവസ്ഥയിലാണ് ആ തിരിച്ചുതരൽ. അങ്ങേയറ്റം ഛിന്നഭിന്നമായി പോയ ഒരുപാട് മൃതദേഹങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മൃതദേഹങ്ങൾ മേപ്പാടി CHCയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടെ ഒരു സ്കൂളിലായിരുന്നു ഒരു താൽക്കാലിക സംവിധാനം അറേഞ്ച് ചെയ്തത്. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഉറ്റവരെ, ഉടയവരെ ഉണ്ടോ എന്നറിയാൻ ഒരുപാട് മനുഷ്യർ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് സമാനതകളില്ലാത്ത വേദനയാണത്. ആ വേദനയൊന്നും വാക്കുകളിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ എനിക്കറിയില്ല. ഞാൻ പ്രതിഫലിക്കാൻ നോക്കിയാൽ അത് കഴിയുകയുമില്ല. അത് നമ്മൾ അതിജീവിക്കുമെന്നൊക്കെ എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അതിജീവിക്കുമെന്നൊക്കെ പറയുമ്പോൾ പോലും ഉറ്റവരെ ഒരു വീട്ടിലെ 40ഓളം ആളുകൾ മരിച്ച ആളെ നമ്മൾ കണ്ടു. 2 സഹോദരിമാരെ, അവരുടെ ഭർത്താക്കന്മാരെ, അവരുടെ മക്കളെ മുഴുവൻ മരിച്ചുപോയ ഒരു സഹോദരനെ നമ്മൾ കണ്ടു. പറയുകയായിരുന്നു ഇന്നലെ, ഇനി എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛനെ മാത്രമേ കാണാനുള്ളൂ. അച്ഛൻ്റെ മൃതദേഹം കൂടി ഓരോ വണ്ടി വരുമ്പോഴും പേടിയോട് പോയി നോക്കും, അച്ഛനാണോ എന്ന് പോയി നോക്കും, അല്ലാതെ തിരിച്ചും അങ്ങനെ ഉയിര് വാരി പിടിച്ച് കയ്യിൽ പിടിച്ച് ആശങ്കയോടെ ആദിയോടെ കഴിയുന്ന ജീവിച്ചിരിക്കുന്നവർ തന്നെ ആവട്ടെ. ഇപ്പോൾ 8000ഓളം ആളുകൾ ഈ പല ക്യാമ്പുകളിലുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ ഏറ്റവും അടുത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഉറ്റവർ പോയവരാണ്. ഉറ്റവരും ഉടയവരും പോയി എന്ന് മാത്രമല്ല, കയറിക്കിടക്കാനുള്ള കിടപ്പാടം അങ്ങനെ പോയതാണ്. ആയുഷ്കാലത്തിൻ്റെ സമ്പാദ്യങ്ങൾ അത്രയും എല്ലാ അർത്ഥത്തിലും നഷ്ടപ്പെട്ടവരാണ്. എല്ലാ അർത്ഥത്തിലും അങ്ങേറ്റം നിസ്സഹായരായി നിൽക്കുന്നവരാണ്. പകപ്പിൽ നിൽക്കുന്നവരെ ചേർത്തുപിടിക്കൽ പോയ കാലങ്ങളെന്ന പോലെ കേരളത്തിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. ഉറപ്പാണ് ഉറ്റവരുടെ ഉടയവരുടെ വേർപാടിൻ്റെ തീരാവേദന അവരുടെ ഹൃദയത്തെ മരണത്തോടെ മലട്ടും. പക്ഷേ അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ സ്ഥലത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിൽ വീടിൻ്റെയോ ജീവിതോപാധിയുടെയോ പണത്തിൻ്റെയോ ഒരു പ്രശ്നത്തിൽ അവർ ഒരു കാലത്തും ഏതെങ്കിലും തരത്തിൽ അനുഭവിച്ചുകൂടാ, ഏതെങ്കിലും തരത്തിൽ അവർ ബുദ്ധിമുട്ടിക്കൂടാ എന്ന് ഉറപ്പാക്കേണ്ടത് ബാക്കി കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട്. ഷഫീദ്, ഇന്നിപ്പോൾ പ്രധാനമായും 2 മേഖലകളാണ്. ഒന്ന് മുണ്ടക്കൈ, 2 ചാലിയാർ ഒരുപക്ഷെ മുണ്ടക്കൈയേക്കാൾ കൂടുതൽ വേദന ഉണ്ടാക്കുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു. ഷഫീദ്, അതിന് കാരണം ഇന്നലെ സൂരജ് അവിടെ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു കൈയുടെ ഭാഗം എന്ന് കരുതുന്ന ഒന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും ഒന്നുകിൽ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിജീവിക്കുമെന്ന് പറയുമ്പോൾ പോലും നമ്മൾ നേരിടുന്ന ദുരന്തം അതൊരു വലിയ തടസ്സമാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന ആദ്യ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വശത്ത് ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പുരോഗമിക്കുമ്പോൾ മറുവശത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതായത് അപ്പുറത്തെ ഭാഗം, അതായത് മുണ്ടക്കൈ അങ്ങോട്ടേക്ക് പോകുന്ന ഭാഗത്ത് അവിടെ ഈ വലിയ JCB ഉപയോഗിച്ചുകൊണ്ട് ആ താൽക്കാലിക പാലത്തിൽ കൂടി ആളുകളെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ കയറ്റിവിടുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ തടസ്സങ്ങൾ നമുക്ക് പലതാണ്. കഴിഞ്ഞ 1.5 മണിക്കൂറായി മഴ, ഒരു ചെറിയ ചാത്തൽ മഴ 1 മണിക്കൂർ മുൻപുണ്ടായിരുന്നുവെങ്കിലും കാര്യമായി പിന്നീട് മഴയുണ്ടായിരുന്നില്ല. പക്ഷേ കോടയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഇരുമ്പ് കൂടകൾ, ഇരുമ്പ് ഫ്രെയിമുകൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഏതാണ്ട് ഒരു 70% തീർത്തു എന്ന് വേണം പറയാൻ. ബാക്കി ഒരു 30% മാത്രമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ പ്ലേറ്റുകൾ അടിക്കിയാൽ മാത്രം മതിയാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ രീതിയിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അശ്വിൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചാലിയാറും കിലോമീറ്ററുകൾ, 2 ഗ്രാമങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ മൃഗങ്ങൾ, അവരുടെ സാധനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് കിലോമീറ്ററുകൾ ചാലിയാർ പുഴയിലേക്ക് ഒഴുകിപ്പോകുന്നത്
കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ രീതിയിലുള്ള വലിയ വലിയ ദുരന്തം, ആ രീതിയിൽ സമാനതകളില്ലാത്ത ദുരന്തം, ആ ദുരന്തത്തിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വലിയ എഫേർട്ട് എടുത്തുകൊണ്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ഒരു തരത്തിലും ഒരു വൈകൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു മെല്ലെപ്പോക്ക് ഇക്കാര്യത്തിൽ ഇല്ല എന്ന് വേണം ഉറപ്പിച്ചു പറയാൻ. കാരണം ആ രീതിയിൽ എഫേർട്ട് ഇന്നലെയൊക്കെ ആർമി ജലപാനമില്ലാതെ രാത്രിയും പകലുമൊക്കെ ഈ ബെയിലി പാലം നിർമ്മിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം അതൊരു അനിവാര്യത കൂടിയാണ് ഹഷ്മി. കാരണം ഈ നമുക്കിപ്പോൾ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയെക്കുറിച്ച് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രാദേശിക ആളോട് ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് നിന്ന നിപ്പിന് മുകളിൽ നിന്ന് വെള്ളം ഒലിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ താൽക്കാലിക പാലങ്ങൾ അത് കാര്യമായ ഫലം കാണില്ല. ഫലം കാണുന്നത് ഈ വേലിപ്പാലം തന്നെയായിരിക്കും. അപ്പോൾ ഈ വേലിപ്പാലം നിർമ്മാണം പൂർത്തിയാക്കുക, അതിനപ്പുറത്തേക്ക് JCB, ഹിറ്റാച്ചി അത്തരം സാധനങ്ങൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുക, അവിടെ എത്തിച്ചുകൊണ്ട് മണ്ണ് നീക്കം നടത്തുക, മണ്ണിനകത്ത് ഏതെങ്കിലും മനുഷ്യൻ പെട്ടുപോയിട്ടുണ്ടോ, അങ്ങനെ പെട്ടുപോകരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അങ്ങനെ പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുക, തിരയുക. ഇതാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ അടുത്ത സംഘം കൂടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവർ ഈ രക്ഷാദൗത്യം, പ്രത്യേകിച്ച് മണ്ണിൽ ലാൻഡ് സ്ലൈഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എത്തി ഇത്തരം തിരച്ചിൽ നടത്താൻ വൈദഗ്ധ്യം നേടിയ സംഘമാണ്. അവരിപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 6 മണിക്ക് തിരച്ചിൽ ആരംഭിക്കും എന്നുള്ളതായിരുന്നു നമുക്ക് നേരത്തെ ലഭിച്ച അറിയിപ്പെങ്കിൽ കാലാവസ്ഥ പ്രതികൂലമാണ്, സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. അങ്ങനെ എല്ലാം പ്രതികൂലമായൊരു സാഹചര്യത്തിൽ നമുക്കിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അവർ അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പുറത്തെ വലിയ ഹിറ്റാച്ചി, JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൊണ്ടുവന്ന് ഇപ്പോൾ തന്നെ ഈ മണ്ണ് നീക്കം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു ഇവിടെ നമ്മുടെ വയനാട്ടിൽ. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇപ്പോൾ ആർമിയുടെ മറ്റൊരു സംഘം കൂടി അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി. അവിടെ ഒന്നുകിൽ ഒരു മീറ്റിംഗ് ആണ്, ഇന്നത്തെ കാര്യങ്ങൾ അവർക്ക് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ മറ്റെന്തോ കാര്യം. നമുക്കിവിടെ നിന്ന് ആ ദൃശ്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. കാര്യം കാര്യമായ കോടയുണ്ട്, മഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ആ താൽക്കാലിക പാലത്തിൻ്റെ ഒരു ഭാഗത്താണ് ഇപ്പോൾ 2 ഹിറ്റാച്ചുകൾ കിടക്കുന്നത്. അവർ ആ ഭാഗത്ത് തിരച്ചിൽ നടത്തും. അപ്പുറത്തെ ഭാഗത്തു കൂടി കൂടുതൽ ആളുകൾ, അത് ക്യാമറാമാൻ രാഹുൽ VS കൂടുതൽ നമുക്ക് സൂം ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തു കൂടി മുണ്ടക്കൈ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. അവിടെ അടക്കം തിരയേണ്ട സാഹചര്യമുണ്ട്. ഈ 2 ഭാഗത്തും കാര്യമായി മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഭാഗത്തും തിരച്ചിൽ അത് വളരെ പെട്ടെന്ന് തന്നെ നടത്തുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വെക്കുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗൗരവത്തിലെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇത് 3-ാം ദിവസമാണ്. ഈ 3-ാം ദിവസം തിരച്ചിൽ നമ്മൾ നടത്തുന്നു. അത് കാര്യമായ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഈ വേലിപ്പാലത്തിൻ്റെ നിർമ്മാണം ഉച്ചയോടുകൂടി പൂർത്തിയാകും. ദ്രുതഗതിയിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് നടത്തുകയാണ്. കൂടുതൽ ആളുകൾ, പ്രദേശത്തെ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും ഈ ക്യാമ്പുകളിലും ആശുപത്രികളിലും ഒക്കെ പോയി അവരുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് തിരഞ്ഞ ശേഷം ഇവിടേക്ക് മടങ്ങിയെത്തി വേദനയോടെ കരങ്ങിക്കലഞ്ഞ കണ്ണുമായി നിൽക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഏതായാലും ഈ 2 ഭാഗത്ത്, അത് ഈ മുണ്ടക്കൈ ഭാഗത്താണെങ്കിലും തൊട്ടിപ്പുറത്താണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് കാലാവസ്ഥ പ്രതികൂലം തന്നെയാണ്. വലിയ കോടയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആർമി ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് അവരുടെ വിസിബിലിറ്റി ഇഷ്യൂ ഇതിനകത്ത് പ്രശ്നമാകും എന്നുള്ളത് തന്നെയാണ്. ലക്ഷ്മി, നമുക്ക് ഇപ്പോൾ ഈ ഔദ്യോഗികമായി സർക്കാർ പറയുന്ന രേഖകൾ, അതിൽ തന്നെ ഇതിൻ്റെ വ്യാപ്തി അത് നമുക്ക് കാണാൻ കഴിയും. ഈ ചൂരൽമലയാണെങ്കിലും മുണ്ടക്കൈ ആണെങ്കിലും, ചൂരൽമലയിൽ മാത്രം 599 അംഗീകാരമുള്ള, അതായത് ലൈസൻസ് ലഭിച്ച കെട്ടിടങ്ങളുണ്ടായിരുന്നു. മുണ്ടക്കൈയിൽ ഏതാണ്ട് 431 കെട്ടിടങ്ങളും സ്കൂളുകളും ആരാധനാലയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കണക്കുകൾ നമ്മളെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നതാണ്. പൂർണ്ണമായും 2 പ്രദേശം ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് ഉരുൾപൊട്ടി പോകുമ്പോൾ അവിടുത്തെ ബാക്കിയുള്ള മനുഷ്യർ, അവശേഷിക്കുന്ന മനുഷ്യർ, സർക്കാരിൻ്റെ കണക്കുകളിലുള്ള മനുഷ്യർ, ആ മനുഷ്യർ എവിടെയെന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അത് നമ്മളിപ്പോഴും തുടരുകയാണ്. എല്ലാ പ്രതിസന്ധികൾക്കും, എല്ലാ വെല്ലുവിളികൾക്കുമിടയിൽ ഇന്ത്യൻ ആർമിയുണ്ട്, അതേപോലെ തന്നെ പോലീസുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, മറ്റ് ദൗത്യ സംഘങ്ങളുണ്ട്. അവരടക്കം ഇവിടെ നിന്നുകൊണ്ട് ഒരൊറ്റക്കെട്ടായി ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് ഉച്ച കൊണ്ടെങ്കിലും ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഉച്ചയോടുകൂടി അപ്പുറത്തേക്ക് ഹിറ്റാച്ചി യന്ത്രസാമഗ്രികൾ നമുക്ക് കൂടുതലായി കടത്താൻ കഴിഞ്ഞാൽ, ഇപ്പോൾ ആർമി കോളങ്ങളുടെ കയ്യിൽ തന്നെ ഏതാണ്ട് 5ഓളം ഹിറ്റാച്ചുകൾ ഉണ്ടെന്ന് ഔദ്യോഗികമായി അവർ തന്നെ അറിയിക്കുന്നുണ്ട്. അവർ ഒടുവിൽ നമ്മളോട് അറിയിച്ച കാര്യമാണത്. അതായത് അവരുടെ പക്കൽ ഏതാണ്ട് 5ഓളം JCBകളുണ്ട്. ആ JCBകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ഇപ്പോൾ തന്നെ തിരച്ചിൽ നടത്തുന്നുണ്ട്. അത് പല വഴിക്ക് തിരച്ചിൽ നടത്തുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളതിൻ്റെ തീവ്രത കണ്ട, നമ്മൾ ഈ നേവിയുടെ ഹെലികോപ്റ്റർ വന്ന് എയർലിഫ്റ്റ് ഒക്കെ ചെയ്തൊരു പ്രദേശം, രാഹുൽ ആ പ്രദേശത്തേക്കൊന്ന് കാണിച്ചാൽ, അവിടെ ആ വഴിയായിരുന്നു. അവിടെ നിന്നാണ് മറ്റേ അപ്പുറത്തെ റിസോർട്ടിലൊക്കെ കുടുങ്ങിയ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്ന് കാത്തു നിന്നത്. അത് വേദനിപ്പിക്കുന്ന, വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാഴ്ചയായിരുന്നു. വളരെ 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 ദുഷ്കരമായ സാഹചര്യത്തിൽ
ആ പ്രദേശത്ത് ഇപ്പോൾ ഒരു JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. പരമാവധി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം തടയുക, അതിനപ്പുറത്തേക്ക് അവിടെ ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കുക, താൽക്കാലികമായിട്ടെങ്കിലും അങ്ങോട്ടേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന തരത്തിലേക്ക് സൗകര്യവും സംവിധാനങ്ങളും ഒരുക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യം. ഇപ്പോൾ കൂടുതലായി ആർമി സംഘങ്ങൾ, ദൗത്യ സംഘാംഗങ്ങളൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ആ ഭാഗത്ത് പോയി വലിയ കാര്യക്ഷമമായ ഇടപെടൽ ഇന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. ഏതായാലും ഈ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമ്പോൾ ആ ഭാഗത്തുകൂടി കുറച്ചധികം ആളുകൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് ആർമി സംഘമാണ്, റെസ്ക്യൂ സംഘമാണ്. അവർ അവിടേക്ക് പോയി അവിടെ അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനം നടത്തുക, അത് മാത്രമാണ് അവർക്ക് മുൻപിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ദൃശ്യം കൂടി കാണാൻ സാധിക്കും. ഈ താൽക്കാലിക പാലത്തിൽ ആളുകളെ റിസീവ് ചെയ്യാൻ നിൽക്കുന്ന സംവിധാനങ്ങളാണ്. ആ സംവിധാനങ്ങൾ അല്പസമയത്തിനുള്ള അപ്പുറത്തേക്ക് പോയി അവിടെ ഈ കൂടിക്കിടക്കുന്ന മണ്ണിനടിയിലൊക്കെ പരിശോധന നടത്തും. ആർമിയുടെ ഓരോ സംഘങ്ങളോടൊപ്പം, ഓരോ കൊളംസിനോടൊപ്പവും അവരുടെ ഒരു കടാവർ ഡോഗ് ഉണ്ടാകും എന്നുള്ള കാര്യം അത് പറയുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് ഔദ്യോഗികമായി എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഇവർ കണക്കില്ല. പക്ഷേ ഇതിനോടകം തന്നെ അതിനെ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. മാത്രമല്ല, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട് ഹാഷ്മി. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ആവശ്യമെങ്കിൽ കൂടുതൽ സൈന്യത്തെ എത്തിക്കുമോ എന്നുള്ള കാര്യം അറിയണമെങ്കിൽ ഇന്നത്തെ ഉദ്യോഗസ്ഥ യോഗവും സർവകക്ഷി യോഗവും കഴിയണം. അതിനുശേഷം അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കും. പക്ഷേ നിലവിലിപ്പോഴുള്ള ഈ അംഗബലത്തിൽ പരമാവധി പരിശോധന നടത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം. ഹാഷ്മി. ഷഫീദ് റാവുത്തറാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അവിടേക്ക് വെളിച്ചം എത്തിയിട്ടില്ല. വല്ലാത്ത മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. സാധാരണ ഒരു ഭൂപ്രദേശമാണെങ്കിൽ ഈ സമയത്തൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ തുടങ്ങാൻ കഴിയുമായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മഴ പെയ്തതും ഒരു പക്ഷേ കൂടുതൽ വെല്ലുവിളി ഉണ്ടാക്കുന്നുണ്ട്. സമാന്തര പാലം നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിലൂടെ സൈന്യം അതിലൂടെ നടന്ന് 60 അടിയോളം നീളമുള്ള പാലമാണ്. അതിലൂടെ അത്യാവശ്യം വീതിയുമുണ്ട്. ഇന്നലത്തെ പാലത്തിനേക്കാൾ കുറച്ചുകൂടി ഉറപ്പും അതിനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൂടെ നടന്ന പരിശോധന സൈന്യം പൂർത്തിയാക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് അല്പസമയത്തിനകം തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് സുഗമമായി തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയും. ഈ പാലത്തിലൂടെ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണവും അധികം വൈകാതെ തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടെ കൂടുതൽ ഉപകരണങ്ങൾ, ഇറ്റാച്ചി ഉൾപ്പെടെയുള്ള JCB മണ്ണുമാന്തി യന്ത്രങ്ങൾ കൂടുതൽ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയും. സൈന്യം തെരച്ചിലിനായി അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആ ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അതിൽ സ്നിഫർ ഡോഗുകളുണ്ട്. കൂടുതൽ മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ അതിന് പ്രത്യേക പരിശീലനം ലഭിച്ച സ്നിഫർ ഡോഗുകൾ. തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നിർണായകമായ കാര്യം, ഇതിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവനോടെ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നതും. ആ രീതിയിൽ ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനം തുടങ്ങുന്നതിന് ഒരു പക്ഷേ അവിടുത്തെ കാലാവസ്ഥ ഒരു വലിയ വെല്ലുവിളി, പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്.